प्यारे बच्चों, नमस्कार। आज हम 8वीं कक्षा के पिता का प्रायश्चित नामक संस्मरण की चर्चा करेंगे। संस्मरण माने ओर्मकुरिപ്പ്। यह संस्मरण अरुण गांधी द्वारा लिखा गया है। अरुण गांधी हमारे राष्ट्रपिता महात्मा गांधी के पोता है। पोता मतलब ग्रैंडसन। और यह एक अनुवाद है। अनुवाद मतलब ट्रांसलेशन, विवर्तन। ये अरविंद गुप्ता नामक लेखक ने इसका अनुवाद हिंदी में किया है। तो पहले हम इसकी रचयिता अरुण गांधी के बारे में देखेंगे। पाठ्यपुस्तक में दिया है इसके बारे में। डॉक्टर अरुण गांधी मणिलाल गांधी के बेटे और महात्मा गांधी के पोते हैं। അരുൺ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മകനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ്। अरुण गांधी ने 30 साल तक टाइम्स ऑफ इंडिया में काम किया। 30 വർഷത്തോളം टाइम्स ऑफ इंडियയിൽ വർക്ക് ചെയ്തു। आपकी अनेक किताबें प्रकाशित है। അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്। आप एम.के. गांधी इंस्टीट्यूट के संस्थापक है। एम.के. गांधी इंस्टीट्यूट എന്ന സ്ഥാപനത്തിന്റെ അത് സ്ഥാപിച്ചത് അദ്ദേഹമാണ്। वह संस्था अहिंसा पर शोध करती है। ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അഹിംസയിൽ എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് ആ സ്ഥാപനം ചെയ്യുന്നത്। ഇത്രയുമാണ് അരുൺ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്। അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സംസ്മരണമാണ്। സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പാണ്। നമ്മൾ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഓർക്കുകയാണ്। അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞാൽ അപ്പനെ അനുഭവം കി യാദ് അല്ലെങ്കിൽ ബീത്തി ഹുയി ഘടനാവും കി യാദ്, അതാണ് നമ്മൾ സംസ്മരൺ എന്ന് പറയുന്നത്। അപ്പോൾ ഈ സംസ്മരന്റെ പേര് പിതാക്ക പ്രായശ്ചിത്ത് എന്നാണ്। പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ മലയാള വാക്ക് തന്നെയാണ് പ്രായശ്ചിത്തം। അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് വരാം। ഒന്നാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം, അതിനുശേഷം അതിന്റെ അർത്ഥം പറയുന്നത്। उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहां दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमा घर में फिल्में देख सके। എന്റെ വ്യാഖ്യയിലേക്ക് പോവാം। അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം। उस समय मैं 16 बरस का था। 16 बरस 16 വയസ്സ് ഉള്ള സമയമായിരുന്നു എനിക്ക്। ആരാണ് ഇത് പറയുന്നത്? അരുൺ ഗാന്ധി ആണ് പറയുന്നത്। അരുൺ ഗാന്ധി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഗ്രാൻഡ്സൺ ആണ്। അപ്പം അദ്ദേഹത്തിന് 16 വയസ്സുള്ള സമയത്ത്। और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था। അപ്പം 16 വയസ്സ് ഉള്ള സമയത്ത് തന്റെ മാതാപിതാക്കളോട് കൂടെ, പിതാവിന്റെ പേര് അറിയാമല്ലോ, മണിലാൽ ഗാന്ധി. അപ്പൊ അവര് മാതാപിതാക്കളോട് കൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ നിന്നും ഏകദേശം 18 മൈൽ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്। आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था।
ആ ആശ്രമം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. ആശ്രമം ദൂർ ദരാജ് കെ ഇലാക്കെ മേ ഥ. അത് വളരെ വിജനമായ ഒരു സ്ഥലത്തായിരുന്നു ഈ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. വഹാൻ ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത്. അവിടെ വളരെയേറെ പ്രദേശങ്ങളിൽ അവിടെ കരിമ്പ് ആണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. എവിടെ നോക്കിയാലും കരിമ്പ് മാത്രമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ. शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे. പട്ടണത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു ഈ സ്ഥലം. അതിനാൽ ഞങ്ങൾക്ക് അയൽക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. इसलिए मैं और मेरी दो बहनें हमेशा शहर जाने के इंतजाम में रहते थे. അതുകൊണ്ട് ഞാനും എന്റെ രണ്ട് സഹോദരിമാരും എപ്പോഴും പട്ടണത്തിൽ പോകാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ പ്രതീക്ഷയിൽ എപ്പോഴും ഇരിക്കുകയായിരുന്നു. പുറത്തെ ആളുകളോടൊക്കെ കാണാനും ഒക്കെ സംസാരിക്കാനും ഒക്കെയുണ്ട്. ഹം ഷഹർ ജാനെ കെ ഹർ മौके की तलाश में रहते थे. അപ്പോ പട്ടണത്തിൽ പോകാനുള്ള അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജിസ്സെ ഹം അപ്നെ മിത്രോ സെ മിൽ സകെ. അങ്ങനെ പോകുമ്പോൾ പട്ടണത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. और साथ ही वहां के सिनेमा घर में फिल्म देख सके. അതുപോലെ തന്നെ അവിടെ പോയാൽ സിനിമാ കോട്ടയിൽ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണാനുമുള്ള അവസരമുണ്ട്. അതുകൊണ്ട് പട്ടണത്തിൽ പോകാനുള്ള അവസരം അവരിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. दूसरा पैराग्राफ. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनकी वहां पूरे दिन की एक मीटिंग थी. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था. माँ ने मुझे सामान लाने को एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. तो एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരു ദിവസം പിതാജി എന്നോട് പറഞ്ഞു കാറിൽ എന്നെ പട്ടണത്തിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഉൻകി വഹാം പൂരെ ദിൻ കി എക് മീറ്റിംഗ് തി. ആ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ മീറ്റിംഗ് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी. ഞാൻ അങ്ങനെ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. क्योंकि मैं शहर जा रहा था. माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. അമ്മ മേടിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചു. ഷഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ ഥാ. അപ്പോൾ അന്ന് പകൽ ഒരു ദിവസം മുഴുവൻ എനിക്ക് പട്ടണത്തിൽ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. इसलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. അപ്പോൾ അതുകൊണ്ട് പിതാജി അവിടെ തീർക്കേണ്ട മറ്റ് ചില കാര്യങ്ങളൊക്കെ എന്നോട് തീർക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. इसमें कार की सर्विसिंग भी शामिल थी. അതിലെ കാർ സർവീസിംഗ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ दूसरा अनुच्छेद पूरा हो गया. तीसरा अनुच्छेद. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं छत से सिनेमा घर में घुस गया. वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बजे चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. അപ്പോൾ ഞാൻ പിതാവിനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ പിതാജി എന്നോട് പറഞ്ഞ് കൃത്യം 5 മണിയാകുമ്പോൾ എന്നെ കൂട്ടാനായിട്ട് വരണം എന്ന് പറഞ്ഞു. बताए गए कामों को फटाफट निपटने के बाद मैं छत से सिनेमा घर में घुस गया. അപ്പോൾ എന്നോട് പറഞ്ഞ ജോലികളെല്ലാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയി. അതിൽ തിയേറ്ററിൽ കയറിയിരുന്നു.
वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझसे समय का बिल्कुल ध्यान नहीं रहा. അപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരുന്ന സിനിമ ജോൺ ബെന്നിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. അപ്പോൾ ഈ സിനിമ തീർന്നപ്പോഴത്തേക്കും ഏകദേശം 5:30 മണിയായിരുന്നു. 5 മണിയാകുമ്പോൾ ചെല്ലണമെന്ന് പിതാജി പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. ആ കാര്യമെല്ലാം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മറന്നുപോയി. मैं छटपट गैरेज पहुंचा. ഞാൻ പെട്ടെന്ന് സർവീസിന് കൊടുത്ത കാറിന്റെ സർവീസ് സ്റ്റേഷനിൽ गैरेज एती. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. അപ്പോൾ അവിടുന്ന് കാറും എടുത്ത് പിതാജി നിൽക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. 5 മണിക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞത് 5 മണി തൊട്ട് പിതാജി നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായി. പിതാജി ബേസബ്രി സെ മേരാ ഇന്റസാർ കർ രഹാ था. വളരെ ആകാംക്ഷയോടെ, ജിജ്ഞാസയോടെ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ മകനെ നോക്കി, അല്ലെ എന്നെ നോക്കി ഈ പിതാവ് ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुए? उन्हें यह बताए हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां देर हो गई. അപ്പം പിതാജി ഉത്സുകതാപൂർവക് പൂച്ച, വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ വളരെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി എന്നോട് ചോദിച്ചു, തും ലേറ്റ് ക്യോങ് ഹേ, നീ എന്തുകൊണ്ടാണ് ലേറ്റായത്, വരാൻ താമസിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എന്നോട് ചോദിച്ചു. ഉന്നെ യഹ് ബതാത്തെ ഹുയെ മുझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. പിതാവിനോട് ഞാനൊരു സിനിമ കാണുകയും പോയതായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത് എന്ന് പറയാനായിട്ടൊരു നാണം അല്ലെ മടി തോന്നിയതുകൊണ്ട്. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां से देर हो गई. അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞു, കാർ സർവീസ് ചെയ്ത് കിട്ടാൻ താമസിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പം താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത് എന്ന് പിതാവിനോട് പറഞ്ഞു. അതായത് സിനിമയിൽ കാണാൻ പോയ കാര്യം പറഞ്ഞില്ല. मुझे इस बात का कोई अंदाज नहीं था कि पिताजी पहले ही गैरेज को फोन कर चुके थे और असलियत से वाकिफ थे. वे मेरे छूट को जान चुके थे, पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया. അപ്പോ മുझे इस बात का कोई अंदाजा नहीं. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല. എന്താണ്, പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ थे. പിതാജി ഞാൻ വരാൻ താമസിച്ചു അപ്പോൾ തന്നെ ഈ സർവീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിച്ചിരുന്നു, എന്തുകൊണ്ടാണ് വരാത്തത്. അപ്പം അവർ കാര്യം പറഞ്ഞു, സർവീസിംഗ് നേരത്തെ കഴിഞ്ഞതാണ്, ആള് എടുക്കാനായിട്ട് വരാത്തതുകൊണ്ടാണെന്നുള്ള കാര്യം അവർ പറഞ്ഞു കാണും. അപ്പോൾ അത് പിതാജിക്ക് കാര്യം മനസ്സിലായി. അസ്ലിയത്ത് കെ സേവേ വാക്കിഫ്, അതായത് യാഥാർത്ഥ്യം, സിനിമ കാണാൻ പോയി കാണും എന്നുള്ള കാര്യം പിതാജിക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. വേ മേരെ ചൂട്ട് കോ ജാൻ ചുക്കേ थे, അതായത് ഞാൻ പറഞ്ഞ കള്ളത്തരം എന്റെ പിതാവിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ സെ മേനെ തുമേ ബഡാ കിയ, ഞാൻ നിന്നെ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയത്, ഉസ്മേ മുझसे कोई ഭാരി ചൂക്ക് ഹുയി, അതിലെനിക്ക് വലിയ മണ്ടത്തരം അല്ലെങ്കിൽ എനിക്ക് ചില പാളിച്ചകൾ അല്ലെ ചില കാര്യങ്ങൾ ഞാൻ മറന്നുപോയി, ചില കാര്യം നിന്നെ പഠിപ്പിക്കുന്നതിന് മറന്നുപോയി. അതിൽ മേനെ തുമേ സച്ച് ബോലിനേക്ക ആത്മവിശ്വാസം നഹീ ദിയ, സത്യം പറയാനുള്ള ആത്മവിശ്വാസം നിനക്ക് തരാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ടാണല്ലോ നീ എന്നോടിപ്പോൾ കള്ളത്തരം പറയുന്നത്. സത്യം മേനെ തുമേ സച്ച് ബോലിനേക്ക് ആത്മവിശ്വാസം നഹീ ദിയ, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകാനായിട്ട് മറന്നുപോയി, അല്ലെ എനിക്ക് സാധിച്ചില്ല. अब मैं घर तक ही 18 मील की दूरी पैदल चलकर ही तय करूंगा. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വീട് വരെയുള്ള ഈ 18 കിലോമീറ്റർ ഞാൻ നടന്നു തന്നെ പോകും എന്ന് അദ്ദേഹം ഞാൻ തീരുമാനിച്ചു. സൂട്ട് ബൂട്ട് പഹനെ പിതാജിനെ ചലന ശുരു കിയ, തന്റെ സൂട്ടും ഷൂ ഒക്കെ മുറുക്കി അദ്ദേഹം നടക്കാനായിട്ട് തുടങ്ങി. അന്ധേര ഹോ ചുക്കാ താ ഓർ ജാദാതർ രാസ്ത കച്ചാ താ, അതുപോലെ രാത്രിയായി തുടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ വഴിയൊക്കെ വളരെ പരിക്കനായിട്ടുള്ള റോഡ്. സഡക് സുൻസാൻ ഥി ഓർ വഹാം കോയി റോഷ്നി ഭി നഹി ഥി, ആ റോഡ് വളരെ വിജനമാണ്,
അതുപോലെ തന്നെ അവിടെ പ്രകാശമൊന്നുമില്ല, വെട്ടമൊന്നുമില്ല. मैं पिताजी को अकेला नहीं छोड़ सकता, എനിക്ക് പിതാവിനെ തനിച്ചു വിടാനായിട്ട് സാധിക്കില്ലല്ലോ. इसलिए 5.5 घंटे तक मैं उनके पीछे धीमी गति से कार चलाता रहा. അതുകൊണ്ട് ഞാൻ ഏകദേശം 5.5 മണിക്കൂർ അദ്ദേഹത്തിന്റെ പുറകിലൂടെ കാർ സാവധാനം ഓടിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്റെ മുമ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, ഞാൻ സാവധാനം ഓടിച്ചു. അങ്ങനെ 5.5 മണിക്കൂർ എടുത്ത് വീട്ടിലെത്താനായിരുന്നു. അതാണ് പാഠപുസ്തകത്തിലെ പടം കൊടുത്തിട്ടുണ്ടല്ലോ, കാർ ലൈറ്റിട്ട് പുറകെ ഓടിക്കുന്നു, പിതാജി മുമ്പേ നടക്കുന്നു. और मेरे छूट पर पिताजी को प्रायश्चित करते हुए देखता रहा. അതായത് ഞാൻ പറഞ്ഞ നുണയ്ക്ക് എന്റെ പിതാവ് പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ 5.5 മണിക്കൂർ ഇങ്ങനെ പുറകെ പോവുകയാണ്. उस दिन मैंने जीवन का एक अहम निर्णय लिया. ആ ദിവസം എന്റെ ജീവിതത്തിലെ ഒരു മഹത്വപൂർണമായ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഞാൻ എടുത്തു. मैं कभी भी झूठ नहीं भूलूंगा. ഞാൻ ഒരിക്കലും ഇനി കള്ളത്തരം പറയില്ല എന്നൊരു തീരുമാനം ഞാൻ അന്നെടുത്തു. मैं अक्सर इस घटना के बारे में सोचता हूँ, अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीख होता? शायद नहीं. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होगी. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. मुझे लगता है जैसे यह घटना कल ही खड़ी हो. अहिंसा की यही शक्ति है. അപ്പോ मैं अक्सर इस घटना के बारे में सोचता हूँ, ഞാൻ പലപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो, സാധാരണ മാതാപിതാക്കളാണെങ്കിൽ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശിക്ഷ തരും, അടി തരും, അങ്ങനെയുള്ള എന്തെങ്കിലും ശിക്ഷയാണ് തരാറുള്ളത്. അത് ശിക്ഷയ്ക്ക് സജ എന്നാണ് പറയുക. അപ്പൊ അതിന് പകരം मैंने कोई सड़क സീഖാ ഹോത്ത. അപ്പൊ അങ്ങനെ അടി അല്ലെങ്കിൽ ശിക്ഷ തന്നിരുന്നെങ്കിൽ ഞാനൊരു പാഠം പഠിക്കുമായിരുന്നില്ല. ഇവിടെ എന്താ ചെയ്തത്? ഷായദ് നഹി സജാ രഹനെ കെ ബാദ് ഭി മേ ഷായദ് ഝൂഠ് ബോൾനെ കി അപ്നി ആദത് നഹി ബദൽത്തി ഹോഗി. അപ്പൊ എനിക്ക് ശിക്ഷ കിട്ടിയായിരുന്നാലും ഒരുപക്ഷെ എന്റെ ആ നുണ പറയുന്ന സ്വഭാവം മാറുമായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പിതാവ് തന്നെ സ്വയം പ്രായശ്ചിത്തം അല്ലെ അഹിംസയുടെ മാർഗത്തിലൂടെയുള്ള ഒരു സഹന രീതി പിന്തുടർന്നുകൊണ്ടാണ് ഞാനിനി നുണ പറയുകയില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. അതേസമയം എന്നെ ശിക്ഷിക്കുമായിരുന്നെങ്കിലോ ഒരുപക്ഷെ വീണ്ടും ഞാൻ ജീവിതത്തിൽ ഈ നുണ പറയുന്ന സ്വഭാവം ആവർത്തിച്ചേനെ. പരന്തു ഈസ് അഹിംസ ഘടന മേരെ ഊപ്പർ ബഹര അസർ ഹുവ. ഈ അഹിംസാത്മകമായ രീതിയിലുള്ള ഈ ശിക്ഷ അത് എന്റെ ജീവിതത്തിൽ അല്ലെ എന്റെ മേൽ വലിയ സ്വാധീനം ചെലുത്തി. മുझे लगता है जैसे यह घटना कल ही खड़ी हो. എനിക്കിപ്പോഴും തോന്നുകയാണ് അത് ഇന്നലെ നടന്നതുപോലെ തോന്നുകയാണ് ഈ സംഭവം. അഹിംസക്ക് യഹി ശക്തി ഹെ. അഹിംസയുടെ ശക്തി അതാണ്. അപ്പൊ ഇത് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കള്ളത്തരം പറയരുത്. അതുപോലെ തന്നെ നമ്മൾ ശിക്ഷയുടെ മാർഗത്തിലൂടെ നമുക്കൊരാളെയും മാനസിക പരിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അടി കൊടുത്തോ വഴക്ക് പറഞ്ഞോ ഒന്നും നമുക്കൊരാളെ ഒരാളെ ഭയപ്പെടുത്തി നമുക്ക് ചെയ്യാതിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, സ്വയം മനസ്സുകൊണ്ട് മാറണം. അപ്പൊ അങ്ങനെ മാറാൻ സാധിക്കുന്നത് എപ്പോഴും ക്ഷമയിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഒരാളുടെ മാനസികമായി പരിവർത്തനം സാധിക്കുകയുള്ളൂ. അത് ഭീഷണിയിലൂടെയോ ശിക്ഷയിലൂടെയോ ഒരിക്കലും ഒരാളുടെ മനസ്സിന്റെ പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെയാണല്ലോ. നിങ്ങളിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളോട് സ്നേഹത്തോടെ ക്ഷമയോടെയും നിങ്ങളുടെ തെറ്റുകളും ഒക്കെ ക്ഷമയോടെ കാണുകയും സ്നേഹത്തോടെയും പറയുകയും ചെയ്തുമ്പോഴാണ് നിങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും അത് മാതാപിതാക്കൾ അധ്യാപകരൊക്കെ നിങ്ങളെ വഴക്കു പറയുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? പലപ്പോഴും എഗനസ്റ്റ് ആയിട്ടുള്ള മനോഭാവം, റിബല്ലിയസ് ആയിട്ടുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ അത് ആണ് ഈ കഥയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. എന്താണ്? സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും ഒക്കെയാണ് നമുക്കൊരു വ്യക്തിയെ വിജയിക്കാനായിട്ട്, മാനസികമായി വിജയിക്കാനും അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിന്റെ വ്യാഖ്യ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. നന്ദി.